നമ്മൾ നമ്മുടെ മക്കളെ മദ്രസയിലേക്ക് ചിട്ടയോടെ പറഞ്ഞു വിടേണ്ടതാണ്. ഇന്ന് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പേരിൽ മറ്റേതെങ്കിലും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് വിദ്യാർത്ഥികളുടെ മദ്രസക്ക് പോലും വേണ്ട രൂപത്തിൽ കണിശത കൊടുക്കാത്ത രക്ഷിതാക്കളുള്ള, ആധുനിക രക്ഷിതാക്കളുള്ള ലോകമാണിത്. നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി മദ്രസ ലീവാവുകയാണ്. ഒരു കല്യാണത്തിന്റെ പേരിൽ, ഒരു സൽക്കാരത്തിന്റെ പേരിൽ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ടൂർ പോയതിന്റെ പേരിൽ, ഓ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഉമ്മമാരെ, നിങ്ങളെ മക്കളെ മദ്രസ ലീവായി പോകാറുണ്ടോ? ഇൽമിനോട് നിങ്ങൾക്കുള്ള മഹബത്ത് എവിടെ? 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് നിന്റെ മക്കൾ വരുന്നത് 7:30 ആയിട്ടാണ്. ആ കുട്ടിക്കാണെങ്കിൽ 8 മണിയാകുമ്പോഴേക്ക് അടുത്ത ബസ് വന്ന് മദ്രസയുടെ മുന്നിൽ കാത്തിരിക്കുകയാണ്. എവിടെയാണോ നിന്റെ ഖുർആൻ? നിനക്ക് നിന്റെ മക്കൾക്ക് ഖുർആൻ പഠിക്കാനുള്ള അവസരം എവിടെ? എന്നിട്ട് നമ്മളിങ്ങനെ മക്കൾ സ്വാലിഹാകണം, മക്കൾ സ്വാലിഹാകണം എന്ന് കണ്ടോടത്തൊക്കെ പോയി ഇതായിരിക്കും. അതിനുള്ള വഴി എവിടെ? അതിനുള്ള മാർഗങ്ങൾ എവിടെ? ഇന്ന് രാവിലെ ഇവിടെ നടന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുട്ടികളൊന്നാകാൻ വേണ്ടി എല്ലാ വയലിന്റെ മജ്‌ലിസിലും 10 കോഴിമുട്ട സൈനബാത്താന്റെ വക. കുട്ടികൾ സാലിയാവണം. ഈ കുട്ടി എപ്പോഴാ സഹോദരി മദ്രസയിലേക്ക് 7 മണിക്ക് തുടങ്ങുന്ന മദ്രസയിലേക്ക് 7:30ക്കാണ് വരുന്നതെങ്കിൽ കോഴിമുട്ട കൊണ്ട് മാത്രം കുട്ടികളൊന്നാവൂല. അതിന് ചെയ്യേണ്ട പണി നമ്മൾ എടുക്കണം. ഭൗതിക വിദ്യാഭ്യാസം വേണ്ട എന്നല്ല, ഞങ്ങളും ഞങ്ങളെ മുത്തഅല്ലിമീങ്ങളൊക്കെ ഭൗതിക വിദ്യാഭ്യാസം പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ മതപരമായ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു ഭൗതിക വിദ്യാഭ്യാസമാണ് ഈ ഉമ്മത്തിന് സംഭവിച്ച ഏറ്റവും വലിയ അപജയം.